കൊല്ലം സുധിയുടെ ഭാര്യ അല്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും പ്രശസ്തയാകില്ലായിരുന്നു. യെസ്, 100%. അല്ല, അതിൻ്റെ എന്താ പ്രതീക്ഷിന് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതും പറയാം. യെസ് തന്നെയാണ്. നിങ്ങൾ രണ്ടുപേരും അതിന്റെ അഭിപ്രായം പറഞ്ഞു. പ്രതീഷിന്റെ അഭിപ്രായം കൂടി പറഞ്ഞു. അതായത് അല്ലെങ്കിലും കഴിവുകൊണ്ട് ചിലപ്പോൾ രക്ഷപ്പെട്ടു എന്നായിരിക്കും ചിലപ്പം പ്രതീഷ് ബ്രോയുടെ അഭിപ്രായമെങ്കിൽ അങ്ങനെ പറയാം കേട്ടോ. ഓക്കെ ഓക്കെ. എനിക്ക് സിനിമയിലേക്ക് ഉടൻ അവസരം ലഭിക്കും. യെസ് യെസ്, കിട്ടും. വിളിച്ചിട്ടുണ്ട്, അഭിനയിക്കുന്നുണ്ട്, അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു, ഇറങ്ങാനുണ്ട് സിനിമ. ആരുടെ കൂടെ അഭിനയിക്കണമെന്ന് ഏറ്റവും ആഗ്രഹം? എനിക്ക് അങ്ങനെ ഒന്നുമില്ല, എന്നാലും വലിയ ആഗ്രഹം 3 പേരോട് അഭിനയിക്കണമെന്നുണ്ട്. ആരൊക്കെയാ? ലാൽ സാറ്, അതായത് ലാലേട്ടൻ, ഇക്ക, മമ്മുക്ക, മഞ്ജു ചേച്ചി. മഞ്ജു ചേച്ചി. പ്രതീഷ് എനിക്ക് എൻ്റെ അനിയനെ പോലെയാണ്. പോലെയല്ല, ആണ്, അനിയനാണ്. അനിയനാണ്. ഇന്റിമേറ്റ് സീൻസ് വരുമ്പോ ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. അതെ ചിരി. അതിന്റെ ഇടയിൽ കൂടി ഒരു ചിരി ചിരിച്ചല്ലേ. ഇന്റിമേറ്റ് സീൻസ് വരുമ്പോ ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. എന്നോടാണോ? രണ്ടുപേരും പറയാം. രണ്ടുപേർക്ക് ഇന്റിമേറ്റ് സീൻസ് ഉണ്ടല്ലോ. ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? അല്ല, സോറി, നോ, എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നാറില്ല. എന്ത് വേണം ചെയ്യും. എന്ത് വേണം, എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലിപ് ലോക്കോ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം ഒരു കുഴപ്പമില്ല. മാന്യമായിട്ടുള്ള, നമുക്ക് പ്രശ്നമൊന്നുമില്ലാത്ത, കംഫർട്ടായിട്ടുള്ള എന്ത് കിട്ടിയാലും ചെയ്യും. ഓക്കെ. മറ്റൊരു വിവാഹം ആലോചനയിലുണ്ട്. അയ്യോ, വെടിവെച്ച് കൊല്ലും. ഇത്രയും സ്നേഹിക്കുന്ന ഭാര്യ വെടിവെച്ച് കൊല്ലും. നോ ആണോ ചേച്ചി? നോ ആണ്. പക്ഷെ വേറെ എവിടെയാ പറയുന്നത് കേട്ടല്ലോ, ഒരാളുണ്ട്, കാമുകനുണ്ട്, വരുമോ ഇല്ലയോ, നിങ്ങളുണ്ടോ, അവിടെയുണ്ടോ? സ്റ്റേറ്റ്മെന്റ് ഇല്ല. നോ, വിവാഹമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അതൊരു ഇതാണ്. മൊത്തം എയറില് ഒരു കറങ്ങി കിടപ്പുണ്ടായിരുന്നു. ഇന്ന് കഴിക്കും, നാളെ കഴിക്കും, നാളത്തെ ഇപ്പൊ ഇനി എങ്ങാനും വിവാഹം കഴിഞ്ഞാൽ എന്നുള്ളതാണ്. മനുഷ്യനല്ലേ പുള്ളേ എന്ന് പറയുന്ന പോലെ മനുഷ്യനല്ലേ. അപ്പോ സ്വാഭാവികമായിട്ട് വിവാഹം കഴിഞ്ഞാൽ രേണു സുധി എന്ന പേര് ചേഞ്ച് ചെയ്യുവോ? ബിഗ് ക്വസ്റ്റ്യൻ. അതൊരു സംഭവം. പിക്ചർ ചേഞ്ച് ചെയ്യുവോ? രണ്ടിനും ഉത്തരം പറഞ്ഞോ. സുധി എന്നുള്ള ആളെ കല്യാണം കഴിച്ചാൽ ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇല്ല. അല്ലാതെ നിങ്ങളിപ്പോ ഒരു ശശാങ്കനെ വിവാഹം കഴിക്കുന്ന കുട്ടിക്കോ? ശശാങ്കനെയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ താങ്കൾ പേര് രേണു ശശാങ്കൻ എന്നാക്കുവോ? അല്ല, രേണു ശശ എന്നാക്കുവോ? ആക്കും. അതൊരു ഭയങ്കര ഉത്തരവായി പോയി. അയ്യോ, അതിൽ ഞാൻ അഭിപ്രായം പറയുന്നില്ല. ആക്കുമല്ലേ? അത് ആ സമയത്ത് ഒരു ഇതുപോലെ ഉണ്ടല്ലേ. അതൊരു വലിയൊരു ബിഗ് ആൻസറും ബിഗ് ക്വസ്റ്റ്യനും ആയിരുന്നു.